ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുടിച്ചാ കിട്ടാത്ത കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിന്ന് ബീറ്ററോ ഓവനും ഒന്നും ഇല്ലാതെ വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ കേക്ക്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ, ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇടുന്നത് കേക്കിനൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു തരിപ്പയിലിട്ടൊന്ന് തരിച്ചെടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൂടി പാൽപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. തരിച്ചതിന് ശേഷം നമുക്ക് ബിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ വെള്ളയും മഞ്ഞക്കരവും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. മുട്ടയുടെ വെള്ളം നമുക്ക് ബിസ്കോ പാച്ചില വെച്ച് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും സ്പൂണ് കൊണ്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ല ഫ്ലഫി ആവും വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഇളക്കി 2 മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല തിക്കായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഉണ്ട്. ഇത് കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കാം. മുട്ടയുടെ മഞ്ഞക്കരു നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞക്കരു ഇതിലേക്ക് ഒഴിച്ച് നല്ല ക്രീമി ആകുന്ന പരുവം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തരിച്ച് വെച്ച മൈദയുടെ മാവ് കുറേശ്ശെയായി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കട്ടൗട്ട് ഫോമിൽ തന്നെ ഇളക്കണം കേട്ടോ. ഓവർ മിക്സിങ് ആവരുത്. കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഈ സമയം നമുക്ക് കുക്കർ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. കുക്കറിൻ്റെ വിസിൽ എടുത്ത് വെക്കണം കേട്ടോ. ഞാൻ എടുത്തു വെക്കാഞ്ഞത് കുക്കറിൻ്റെ വാസർ അയഞ്ഞത് കൊണ്ടാണ് കേട്ടോ. കുക്കറിൻ്റെ അടിയിൽ ഒരു പഴയ ഫ്രൈ പാൻ വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 5 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച കുക്കറിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടിക്കോളും. ഇനി നമുക്ക് അടിച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 30 മിനിറ്റ് കഴിയാതെ കുക്കർ തുറക്കരുത്. അതിൻ്റെ ഇടയ്ക്ക് തുറന്നാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോകും. ഓരോരുത്തരുടെ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ച് ചിലപ്പോൾ 5 മിനിറ്റ് അങ്ങോട്ടൊക്കെ നിൽക്കൂട്ടാ. ചിലപ്പോൾ 30 മിനിറ്റ് കൊണ്ട് തന്നെ ചിലർക്ക് ആയി കിട്ടും. എനിക്കിപ്പോൾ 35 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ഫ്രോക്ക് എടുത്തൊന്ന് കുത്തി നോക്കിയാൽ നമ്മുടെ ബാറ്റർ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. നമ്മളിങ്ങനെ കുത്തി നോക്കിയപ്പോൾ ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. ബട്ടർ പേപ്പർ ഞാൻ വെച്ചിരുന്നു, അത് നമുക്ക് എടുത്ത് മാറ്റാം. ഞാൻ ഒരു A4 ഷീറ്റ് ഇട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ പരത്തി കൊടുത്തുകൊണ്ടാണ് ബട്ടർ പേപ്പർ ആക്കി എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലില്ലെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതിന്. നമുക്ക് ഓവനും ബീറ്ററോ ഒന്നും ഇല്ലാതെ ഇതുപോലെ വളരെ പെട്ടെന്ന് കുക്കറിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾ മറക്കരുത്. ഇതുപോലത്തെ റെസിപ്പീസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു പുടിച്ചാൽ കിട്ടാതെ വീഡിയോ ആയിട്ടും വരുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.
Thanks for watching.